കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പലിശ ഭക്ഷിക്കുന്ന ആളുകൾ ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് എഴുന്നേറ്റ് വരിക പിശാച് ബാധയേറ്റയാളെ പോലെയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഞാനൊരു സംഭവം പറഞ്ഞു തരാം നിങ്ങൾക്ക്. സമുറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനവറുകൾ പറയുകയാണ്, ഇദാ സല്ലൽ ഗദാത, എല്ലാ ദിവസവും രാവിലെ റസൂലുള്ളാഹി സുബഹി നമസ്കരിച്ചാൽ ഖബല അലൈനാ ബിവജ്ഹി, ഞങ്ങൾക്ക് മുഖം തിരിച്ചിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കും, ഇന്നലെ രാത്രി നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടിരുന്നോ? ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ ആ സ്വപ്നം പറയും, ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടില്ല എന്ന് പറയും. അപ്പൊ റസൂലുള്ളാഹി കണ്ട സ്വപ്നം ഞങ്ങൾക്ക് വിവരിച്ചു തരും. മഹാനവറുകൾ പറയുകയാണ്, അങ്ങനെ ഒരു ദിവസം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹ് ഒരു ദിവസം ഇതുപോലെ ഞങ്ങളോട് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നബിയെ ഞങ്ങൾ ആരും ഇന്നലെ സ്വപ്നം കണ്ടിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞു, ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടോ? ഹദീസ് ഞാൻ വായിക്കുന്നില്ല, സമയദീർഘം വയ്യുന്നത് കൊണ്ട്. ഞാനൊരു സ്വപ്നം കണ്ടു ഇന്നലെ. എന്റെ അടുക്കൽ രണ്ടാളുകൾ വന്നു, പരിശുദ്ധരായ രണ്ടാളുകൾ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് അവരെ എന്നെയും കൂട്ടിയിട്ട് പോയി. അലാ നഹ്റിൻ മിൻ ദമിൻ, അങ്ങനെ ഞങ്ങൾ ചെന്നു നിന്നത് ഒരു രക്തത്തിന്റെ പുഴയുടെ വക്കിലാണ്. ഫീഹി റജുലുൻ ഖായിം, ആ പുഴയിൽ റജുലുൻ ഖായിമുൻ, ആ പുഴയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. വഅലാ ശത്തിൻ നഹ്രി റജുലുൻ, അതേപോലെ പുഴയുടെ വക്കിൽ വേറെ ഒരാളുമുണ്ട്. ഒരു രക്തത്തിന്റെ പുഴയുടെ വക്കിലെത്തി. പുഴയിൽ ഒരാളുണ്ട്, പുഴയുടെ വക്കിൽ ഒരാളുണ്ട്. പുഴയുടെ കരയിൽ നിൽക്കുന്ന ആരുടെ മുമ്പിൽ ഒരുപാട് കല്ലുകളുണ്ട്. പുഴയിലുള്ള രക്തപ്പുഴയിലുള്ളയാൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താവുകയാണ്. അയാൾ ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരക്ക് നീന്തിയണയുമ്പോ കരയിൽ നിൽക്കുന്നയാൾ കരയിൽ നിന്ന് കല്ലെടുത്തയാളുടെ വായയിലേക്ക് എറിയുകയാണ്. വായയിലേക്ക്, കാരണം എന്താ, മുങ്ങിക്കിടക്കുന്ന ആളെ തല മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. വായയിലേക്ക് എറിയുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ. അപ്പോഴയാൾ വീണ്ടും പിന്നോട്ട് തന്നെ പോകും. അല്പസമയം കഴിഞ്ഞ് ഇയാൾ ഏറ് നിർത്തും. അപ്പൊ വീണ്ടും അയാൾ ആ പുഴയിൽ നിന്ന് നീന്തി കരക്കണയാൻ ശ്രമിക്കും. അപ്പൊ അയാൾ വീണ്ടും എറിയും. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ആരാണ് ആ പുഴയിലുണ്ടായ ആൾ? ആരാണ് പുഴയുടെ കരയിൽ നിന്നയാൾ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, പുഴയിലുള്ളയാൾ ആകിലുർ റിബാ, പലിശ ഭക്ഷിച്ചയാളാണ്. പലിശ ഭക്ഷിച്ചയാളാണ് സ്വഹാബ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. പലിശ തന്ന് വയറ് വീർത്തവന്റെ ശിക്ഷയാണിതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇന്നൊരു സ്വഭാവമുണ്ടല്ലോ, ലാഭത്തിന് പണം കൊടുക്കുന്ന സ്വഭാവം. 1,00,000 ഉറുപ്പികക്ക് 3,000 ഉറുപ്പിക ലാഭം മാസാമാസം. ആരാ നിന്റെ 1,00,000-ന് 3,000 ഉറുപ്പിക മാസാമാസം ലാഭം കിട്ടുന്നുണ്ടോ? നഷ്ടമാണോ ലാഭമാണോ? അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് മാസാമാസം 3,000 ഉറുപ്പിക ലാഭം തരും. പലിശയാണത്, പലിശയാണത്. കാരണം ലാഭം കൃത്യമായി നിശ്ചയിക്കാൻ പറ്റൂല. ഒരു കച്ചവടത്തിൽ ലാഭമുണ്ടാകാം, നഷ്ടമുണ്ടാകാം. ഇവൻ നൽകിയ 1,00,000 ഉറുപ്പിക കൊണ്ടുള്ള കച്ചവടം, ഒരു പക്ഷേ ആ കച്ചവടത്തിൽ ഒരു മാസം തന്നെ 5,000 ലാഭമുണ്ടാകാം. ആ ലാഭമുണ്ടായാൽ നീ അവന് 5,000 കൊടുക്കുമോ? കൊടുക്കൂല. അപ്പൊ 2,000 നീ പിടിച്ചു വെച്ചു. ഇനി ചോദിക്കട്ടെ, ഈ 1,00,000 ഉറുപ്പികയുടെ വീതം കൊണ്ട് കച്ചവടം ചെയ്തു, ലാഭമുണ്ടായില്ല. 1,000 ഉറുപ്പികയെ ലാഭമുണ്ടായു. എന്നാൽ നീ 2,000 കൂട്ടിയിട്ട് കൊടുക്കണ്ടേ? 3,000. അപ്പൊ 2,000 നീ കൂട്ടിക്കൊടുത്തോ? മാസാമാസം ഫിക്സഡ് ലാഭം നിശ്ചയിച്ചുകൊണ്ട് പണം കൊടുക്കുന്ന സമ്പ്രദായം വ്യാപകമായിട്ടുണ്ടല്ലോ. കേട്ടോളൂ, ഹറാമാണ്, 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 ഹറാമാണ്. ആ വിഷയത്തിൽ ഒരു സംശയവുമില്ല എന്റെ സഹോദര. അത് പലിശയാണ്, പലിശയാണത്, അത് പലിശയാണ്. എങ്ങനെയാണ് നീ ഫിക്സഡായി ലാഭം പറയുക? അത് തന്നെ ബാങ്കും പിന്നെ ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാങ്ക് 12% പലിശ പറയും, ഫിക്സഡാണത്. ബാങ്കിന് ലാഭമായാലും നഷ്ടമായാലും. ഇപ്പൊ കണ്ടില്ലേ, അമേരിക്കയുടെ ബാങ്കുകൾ താളം പറഞ്ഞു പോയി. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പലിശ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത വല്ലവരും ഉണ്ടെങ്കിൽ വേഗം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം, വേഗം രക്ഷപ്പെടാൻ ശ്രമിക്കണം. മനുഷ്യന് പണത്തിന്റെ മോഹം കൊണ്ടാണല്ലോ അത്.
പണത്തിന്റെ മോഹമാണല്ലോ. പടച്ച റബ്ബിനെ ഭയമുണ്ടോ? നേരത്തെ റസൂലുള്ള പറഞ്ഞ പോലെ 1 കോടി ഹറാമായത് സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് 1 ഉറുപ്പിക ഹലാലായത് സമ്പാദിക്കലാണ്. തലബുൽ ഹലാലി ജിഹാദ്. ഹലാലായ സമ്പാദനം ധർമ്മയുദ്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അപ്പൊ ഹറാമായ സമ്പാദനത്തിന്റെ വഴിയാണ് പലിശ. ഞാൻ ദീർഘിച്ചു പറഞ്ഞിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഓരോന്നും ഓരോ ദിവസം വിഷയം പറയേണ്ടതാണ്. ഇതിപ്പോ ധനസമ്പാദനം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വിഷയം കൂടി എങ്ങനെ ഈ 1.25 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് തീരാം. അതുകൊണ്ട് എവിടെയാണോ എത്തിയത് അവിടെ നിർത്തും ഞാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാനും പറയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഹലാലായ മാർഗത്തിലെ സമ്പാദിക്കാവൂ, വഞ്ചിക്കരുത്. ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞു, ലോട്ടറി ഹറാമാണ്. ലോട്ടറി ഹറാമാണ്. ചിട്ടിക്ക് പണം വെക്കാറുണ്ടല്ലോ അല്ലെ? ചിട്ടിക്ക് പണം വെക്കാന്ന് മനസ്സിലായി അല്ല നിങ്ങൾ പറയില്ലേ? എന്താ പറയാ? ഏത് കുറി? ലേലക്കുറി ഹറാമാണ്. അതുകൊണ്ട് ലേലക്കുറി ഹറാമായതുകൊണ്ട് ആദ്യം വിളിക്കുന്ന ആള് നഷ്ടത്തിന് വിളിക്കും. ആ പൈസ മറ്റുള്ളവർക്ക് ഊരി വെച്ചു കൊടുക്കും. ഇവന്റെ ഇഷ്ടമില്ലാത്ത പൈസയാണത്. ഓൻ എത്ര വെച്ചോ അത്രയും അവൻ അവകാശിയല്ലേ? അവൻ അവകാശിയാണ്. എത്ര വെച്ചോ അതിന് അവകാശിയാണ്. പക്ഷേ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ മറ്റൊരു കുറി നടക്കാറുണ്ട്. ആ കുറി നേരത്തെ പറഞ്ഞുകൊണ്ടാണ്. ഒന്നുകിൽ അത് നടത്തുന്നവൻ അധ്വാനമായിട്ട് അവനെ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഒന്ന് കൊടുക്കും. അത് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിൽ അത് ഹലാലാണ്, അനുവദനീയമാണ്. അല്ലാത്ത ഈ കുറിയെ കുറിച്ചാണ്. അതേപോലെ ലോട്ടറി ഹറാമാണ്, തെറ്റാണ്. ലോട്ടറി വിൽപ്പനക്കാർ യഥേഷ്ടമുണ്ട് ഈ ഖൗമിൽ. ഹറാമാണ് സമ്പാദിക്കുന്നത്. നാളെ തീയാണ് വയറ് നിറക്കപ്പെടാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. അതേപോലെ വഞ്ചനയിലൂടെ പണമുണ്ടാക്കുക, ചതിയിലൂടെ പണമുണ്ടാക്കുക, മദ്യവിൽപ്പന നടത്തുക, കൊള്ള നടത്തുക, അപഹരിക്കുക, കൺമുമ്പിൽ വെച്ചും മോഷ്ടിക്കുക, അതാണ് പിടിച്ചുപറിക്കുക എന്ന് പറഞ്ഞത്. ഇതൊക്കെ തെറ്റാണ്. ഇതിന് ഓരോന്നിനും അതീത് പറയണം, സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞത്. അപ്പൊ ഹലാലാകണം സമ്പാദനം. അപ്പോഴേ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഈ ഹലാലായ സമ്പാദനം വിനിയോഗിക്കേണ്ട മാർഗങ്ങളുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരാളുടെ സമ്പാദനം 2 വഴിയിലാണ് ചെലവഴിക്കേണ്ടത്. ഒന്ന് ചെലവഴിക്കൽ നിർബന്ധമായ വഴിയാണ്, മറ്റൊന്ന് ചെലവഴിക്കൽ സുന്നത്തായ വഴിയാണ്. നിർബന്ധമായ വഴിയാണ് സകാത്ത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദതി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാഹ് വ ഈതാഇസ് സകാത്ത് വ സൗമി റമളാന വ ഹജ്ജിൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ഇസ്ലാം 5 സ്തംഭങ്ങളുടെ മേലെടുക്കപ്പെട്ടതാണ്. ഒന്ന് ഷഹാദതി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്താണ്. 2 ഇഖാമിസ് സ്വലാത്ത്, നിസ്കാരം നിലനിർത്തലാണ്. 3 ഈതാഇസ് സകാത്ത്, സകാത്ത് കൊടുത്തു വീട്ടലാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഇന്നലെ നമ്മൾ ആ ഹദീസ് ഉദ്ധരിച്ചല്ലോ, അതിന്റെ 2ാം ഭാഗം 3 കാര്യങ്ങൾ അല്ലാഹു ചേർത്ത് പറഞ്ഞു. 3 കാര്യങ്ങളുമായി ആ കാര്യങ്ങൾ ചെയ്യാതെ ചേർത്ത് പറഞ്ഞവ അല്ലാഹു സ്വീകരിക്കപ്പെടുകയില്ല. അതിലൊന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അഖീമുസ് സ്വലാത്ത് വ ആതുസ് സകാത്ത്, നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക എന്നാണ്. അപ്പോ ഒരാൾ നിസ്കരിച്ചു, സകാത്ത് കൊടുക്കാൻ അർഹനായിരിക്കെ അയാൾ സകാത്ത് കൊടുത്തില്ല എങ്കിൽ ലം തുഖബൽ മിൻഹു സ്വലാത്തു, അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അത് നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, നിസ്കരിച്ചാൽ മതി എന്നാ സ്വർഗത്ത് പോവാൻ. പൈസയുടെ അടുത്തേക്ക് വരുമ്പോ എല്ലാരും മെല്ലെ ബേക്കോട്ട് വലിക്കും. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനായിരുന്നു ഖാറൂൻ. കേട്ടോളൂ, ഇന്ന ഖാറൂന ഖാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബ ഉലിൽ ഖുവ്വ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അല്ലാഹു പറയാ, ഖാറൂന് നമ്മൾ സ്വത്ത് കൊടുത്തു. എത്ര സ്വത്ത് എന്നറിയോ? 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്നത്രേ ഖാറൂന്റെ താക്കോൽ കൂട്ടങ്ങൾ മാത്രം. അത്ര വലിയ മലയാളി നമ്മളെ കൂട്ടത്തില്ലോ.
70 ഒട്ടകങ്ങൾക്ക് 70 വലിയ ലോറികൾക്ക് ചുമക്കാൻ മാത്രമുള്ള താക്കോൽ കുട്ടുള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഇല്ല. അത്ര വലിയ സമ്പത്ത് നമ്മൾ കൊടുത്തോ? ആർക്ക് കൊടുത്തു? ഖാറൂനെ. എന്നിട്ടോ എന്നിട്ട് ഖാറൂനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ വഴിയിൽ ചെലവ് ചെയ്യും. അള്ളാന്റെ മാർഗത്തിൽ നീ കൊടുത്തോ, നിനക്ക് ആവശ്യമുള്ളത് നീ എടുക്കുകയും ചെയ്തോ. കാരണം നീ വലിയ മുതലാളിയാണ്, അപ്പൊ നീ സാധുവിനെ പോലെ ജീവിക്കേണ്ട ആളല്ല, അതിനാവശ്യമായ രീതിയിൽ നീ എടുക്കുകയും ചെയ്തോ എന്ന്